പറ്റത്തില്ല. അതിന് സപ്പോർട്ട് നിന്നിട്ട് അവരുടെ സപ്പോർട്ട് മാറ്റി നിൽക്കാൻ എനിക്കത്ര ഉറപ്പില്ലായ്മയില്ല. അയ്യോ ജോലി ചെയ്താൽ നിനക്ക് വീട്ടിലോട്ട് പോലെ ഹലോ, നിങ്ങൾ ഇപ്പോൾ കേട്ടത് വെരി വെരി റോങ് സ്റ്റേറ്റ്മെന്റ് ആണ് ലക്ഷ്മി പറഞ്ഞത്. അവർ ഒരു കമ്മ്യൂണിറ്റിയെ റെപ്രസെന്റ് ചെയ്തിട്ടാണ് ആ ബിഗ് ബോസ് ഹൗസിൽ നിൽക്കുന്നത്. പക്ഷേ ആ ബിഗ് ബോസ് ഹൗസിൽ അവിടെ ആർക്കും ഒരു കണ്ടസ്റ്റന്റിനും ഒരു പ്രത്യേക പരിഗണനയില്ല. നിങ്ങൾ ഏത് കമ്മ്യൂണിറ്റി ആയിക്കോട്ടെ, ഏത് പ്രൊഫഷനെ റെപ്രസെന്റ് ചെയ്ത് വന്നതായിക്കോട്ടെ, അവിടെ ആർക്കും ഒരു പ്രത്യേകതയില്ല. എല്ലാവരും ഒരുപോലെയാണ്, എല്ലാവരും. അപ്പൊ അങ്ങനെ ഉള്ളപ്പോൾ ഇത്രയും വൃത്തിയായിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് ലക്ഷ്മി പറയുമ്പോൾ, പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നിന്ന് പറയുമ്പോൾ, ഞാനാണ് ചോദിക്കുന്നത് ലക്ഷ്മിയോട്, നിങ്ങൾക്ക് ഉളുപ്പില്ലേ, നാണമില്ലേ? വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തോളമാരാണ് നിങ്ങൾ. പറയേണ്ടത് നിങ്ങൾ എന്ത് പറയണം എന്ത് പറയണം തീരുമാനിക്കുന്നത് നിങ്ങളാണ്. പക്ഷെ ഇങ്ങനെ ഒരു വൃത്തിയായിട്ട സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് പറയാൻ നാണമില്ലേ, ഉളുപ്പില്ലേ? അതും ബാക്കി എല്ലാ കാര്യത്തിലും തൊട്ടനും പിടിച്ചിനും എല്ലാം വഴക്കുണ്ടാക്കുന്ന ബാക്കി കണ്ടസ്റ്റൻസിന്റെ നാക്കിറങ്ങിപ്പോയോ? നിന്റെയൊക്കെ നാക്കിറങ്ങിപ്പോയി ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് കേട്ടപ്പോ. ഇത് കേട്ടോണ്ടിരുന്ന ആദിലയുടെ നൂറയുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കിക്കോ. ഈ സമൂഹത്തിൽ ജീവിക്കുന്നവർ തന്നെയാണ് അവർ ഈ സമൂഹത്തിൽ ജീവിച്ചുകൊണ്ട് തന്നെയാണ് അവരെ ഇത്രയും വലിയൊരു ഷോയിലേക്ക് വിളിക്കുന്നതും. അത് ആദ്യം ലക്ഷ്മി മനസ്സിലാക്കുക. ലക്ഷ്മി നിൽക്കുന്ന അതേ പ്ലാറ്റ്ഫോമിലാണ് ആദിലയും നൂറയും നിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഒരാളെയും അടച്ചാക്ഷേപിക്കാൻ ഈ ലോകത്ത് ഒരാൾക്കും അവകാശമില്ല. പറയുമ്പോൾ സ്വന്തം ജീവിതം കൂടി ഒന്ന് ആലോചിച്ചിട്ട് വേണം മറ്റുള്ളവരെ കുറിച്ച് പറയാൻ, കുറ്റം പറയാൻ. ഓക്കെ, ഒരിക്കലും ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇത്രയും വൃത്തിയായിട്ട് സ്റ്റേറ്റ്മെന്റ് പറയാൻ പാടില്ലായിരുന്നു ലക്ഷ്മി. വളരെ വളരെ മോശമായി പോയി. അപ്പോൾ ഗൈസ്, ഗുഡ് ബൈ. അടുത്ത വീഡിയോയിൽ കാണാം.